ഹായ്, ഞാൻ എൽസ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം IB ഓഫീസർ മേഘയുടെ മരണത്തെ സംബന്ധിച്ച് നമ്മളൊരു വീഡിയോ ചെയ്യുകയുണ്ടായി. അതിൽ മേഘ സുഗാന്ത് എന്ന കാമുകനിൽ നിന്ന് അനുഭവിച്ച ക്രൂരതകളും പീഡനങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുകയുണ്ടായി. അതിന് ഇപ്പോൾ കൂടുതൽ തെളിവുകൾ പുറത്തു വന്നിരിക്കുകയാണ്. മേഘയുടെ മരണത്തിലെ ചുരുളുകൾ പതുക്കെ പതുക്കെ അഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ നമ്മെ ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു വാർത്ത മേഘ ഗർഭിണിയായിരുന്നു എന്നതാണ്. ഗർഭിണിയായിരിക്കുക മാത്രമല്ല, അബോർഷൻ കൂടി ചെയ്തിരുന്നു. ഫോൺ വിളിച്ചുകൊണ്ട് ട്രെയിനിന് മുന്നിൽ മേഘ തലവെക്കുന്നതിന് മുന്നായി അവസാനമായി സംസാരിച്ചത് ആരോടായിരുന്നു എന്ന് നമ്മളെല്ലാവരും ഊഹിച്ചിരുന്നു. ആ ഊഹം ശരിവെച്ചുകൊണ്ടാണ് മറ്റു റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. അവസാനമായി വിളിച്ചത് സുഗാന്തിനെ തന്നെയാണ്. 8 സെക്കൻഡ് ദൈർഘ്യമുള്ള കുറേയേറെ കോളുകൾ മേഘ സുഗാന്തിനെ വിളിച്ചിരുന്നു. എന്നാൽ സുഗാന്ത് പലതവണയായി ഫോൺ കട്ട് ചെയ്യുകയും ഫോൺ എടുക്കാതിരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ എടുത്തപ്പോഴോ മേഘയെ പ്രകോപിപ്പിക്കുന്ന തരത്തിൽ എന്തോ സുഗാന്ത് പറഞ്ഞിട്ടുണ്ട്. സുഗാന്തിനെ അന്വേഷിച്ച് പേട്ട പോലീസ് സുഗാന്തിന്റെ വീട്ടിൽ ചെന്നിരുന്നു. എന്നാൽ സുഗാന്തും സുഗാന്തിന്റെ അച്ഛനും അമ്മയും ഇപ്പോൾ ഒളിവിലാണ്. ബന്ധുക്കളുടെ വീട്ടിൽ പോലും പോലീസ് ഇതുവരെ അന്വേഷണം നടത്തിയില്ല. മലപ്പുറം ഇടപ്പാൾ സ്വദേശിയായ സുഗാന്തിന്റെ സ്വഭവനത്തിലും സുഗാന്ത് എറണാകുളത്ത് താമസിച്ചിരുന്ന ഫ്ളാറ്റിലുമാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം നടത്തിയിരിക്കുന്നത്. അവിടെ നിന്ന് ഒട്ടേറെ തെളിവുകൾ പോലീസ് കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. മേഘ ഗർഭിണിയായിരുന്ന വിവരം വെറും കെട്ടുകഥയല്ല, അത് മേഘയുടെ പിതാവ് തന്നെയാണ് പോലീസിനോട് വെളിപ്പെടുത്തിയത്. എന്തൊക്കെ തെറ്റ് ചെയ്താലും എവിടെങ്കിലും ഒരു പഴുത് തുറന്നു കിടക്കുമെന്ന് പറയുന്നത് ഇതാണ്. മേഘയുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ആണ് ഇതിനെല്ലാം വഴിത്തിരിവായത്. ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്ത് കഴിഞ്ഞ ദിവസം സുഗാന്തിന്റെ അക്കൗണ്ടിലേക്ക് മേഘ ട്രാൻസ്ഫർ ചെയ്തിരുന്ന പണത്തിന്റെ എല്ലാം കണക്ക് പിതാവ് പോലീസിന് കൈമാറിയിരുന്നു. ആ കൂട്ടത്തിലാണ് ഒരു ഹോസ്പിറ്റലിലേക്ക് ഒരു നിശ്ചിത തുക ട്രാൻസ്ഫർ ചെയ്തത് മേഘയുടെ പിതാവിന്റെ കണ്ണിൽപ്പെട്ടത്. ആ തുക എന്തിനാണ് ട്രാൻസ്ഫർ ചെയ്തത് എന്ന് അന്വേഷണവുമായി മേഘയുടെ പിതാവും പോലീസും ഹോസ്പിറ്റൽ അധികാരികളെ സമീപിക്കുകയുണ്ടായി. അപ്പോഴാണ് മേഘ ഗർഭിണിയായ വിവരവും അത് അബോർഷൻ ചെയ്ത കാര്യവും പിതാവും പോലീസും അറിയുന്നത്. ട്രെയിനിങ് പൂർത്തിയായതിനു ശേഷം തന്റെ പിതാവ് വാങ്ങിക്കൊടുത്ത കാറിൽ കൊച്ചിൻ ടോൾ പ്ലാസ കടക്കവെയാണ് പിതാവിന്റെ ഫോണിൽ വന്ന മെസ്സേജിലൂടെ മേഘയും സുഗാന്തും തമ്മിൽ ബന്ധത്തിലാണെന്ന് പിതാവ് അറിയാനിടയായത്. അതിനുശേഷം പലതവണ മേഘയും സുഗാന്തും പലയിടങ്ങളിൽ വെച്ച് കണ്ടുമുട്ടുകയുണ്ടായി. അതിനെല്ലാമുള്ള തെളിവുകളും പിതാവിന്റെ കയ്യിലുണ്ട്. മേഘയെ അയാൾ ശാരീരികമായും മാനസികമായും ഒത്തിരി ദുരുപയോഗം ചെയ്തിരുന്നു. വിവാഹ വാഗ്ദാനം നൽകി പ്രേമിക്കുകയും ശാരീരികമായി ഉപയോഗിക്കുകയും ലൈംഗികമായി പീഡിപ്പിക്കുകയും ഗർഭിണിയാക്കുകയും അവസാനം കൈയൊഴിയുകയുമാണ് സുഗാന്ത് ചെയ്തത്. തന്നെ വിവാഹം കഴിക്കണമെന്ന് മേഘ പലവട്ടമായി സുഗാന്തിനോട് പറഞ്ഞെങ്കിലും അതിൽ നിന്നെല്ലാം തനിക്ക് IAS ആണ് തന്റെ സ്വപ്നം, അത് തനിക്ക് കൈവശമാക്കണം എന്ന് പറഞ്ഞ് സുഗാന്ത് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. പിന്നീട് മേഘ ഗർഭിണിയായത് സുഗാന്ത് അറിഞ്ഞിരിക്കുമോ ഇല്ലയോ? അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് സുഗാന്ത് മേഘയെ സ്വീകരിച്ചില്ല? എന്തുകൊണ്ട് സുഗാന്ത് മേഘയെ വിവാഹം കഴിച്ചില്ല? മേഘ അബോർഷന് വേണ്ടി സുഗാന്തുമായി അല്ല ഹോസ്പിറ്റലിൽ പോയത്. മേഘയുടെ ഒരു കൂട്ടുകാരിയുമായിട്ടാണ് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി അബോർഷൻ ചെയ്തത്. അതിലും ദുരൂഹത നിലനിൽക്കുന്നു. തിരുവനന്തപുരം പേട്ട പോലീസാണ് അന്വേഷണം നടത്തുന്നത്. എന്നാൽ ഇത്രയേറെ തെളിവുകൾ സുഗാന്തിനെതിരെ ഉണ്ടായിട്ടും ഒളിവിൽ താമസിക്കുന്ന സുഗാന്തും മാതാപിതാക്കളും എവിടെയാണെന്ന് കണ്ടുപിടിക്കാനോ പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല. പല വീഡിയോസിലായി സുഗാന്തിന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. 2 നില വീടും ഇട്ടുമൂടാനുള്ള സ്വത്തും സുഗാന്തിനുണ്ടായിട്ടും എന്തിനാണ് സുഗാന്ത് മേഘയെ ഇത്രയേറെ ക്രൂരമായി പീഡിപ്പിച്ചത്, മാനസികമായും ശാരീരികമായും? എന്തിനാണ് മേഘയുടെ ശമ്പളം എല്ലാ മാസവും കൈപ്പറ്റിയിരുന്നത്? യാതൊരുവിധ സാമ്പത്തിക ബുദ്ധിമുട്ടും സുഗാന്തിന്റെ കുടുംബത്തിന് പ്രത്യക്ഷമായും പരോക്ഷമായും ഇല്ല. പിന്നെ എന്തിനാണ് മേഘയുടെ ശമ്പളം സുഗാന്ത് മേഘയിൽ നിന്ന് കൈക്കലാക്കിയിരുന്നത്? മരിക്കുന്നതിന് മുന്നായി പലതവണ മേഘ സുഗാന്തിനെ വിളിച്ചപ്പോഴും സുഗാന്ത് ഫോൺ എടുത്തിരുന്നില്ല. അവസാനത്തെ 8 സെക്കൻഡിൽ എന്തായിരിക്കും അവർ സംസാരിച്ചത്? താൻ മരിക്കാൻ പോവുകയാണെന്ന് മേഘ സുഗാന്തിനെ അറിയിച്ചിട്ടുണ്ടാവണം. അതിനുശേഷം ഫോൺ നിലത്തെറിഞ്ഞ് പൊട്ടിച്ചതിനു ശേഷമാണ് മേഘ ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യുന്നത്. പോലീസ് CDR എടുത്തപ്പോഴാണ് മേഘ പലതവണ സുഗാന്തിനെ വിളിച്ചുവെന്നും എന്നാൽ ആ കോളുകളൊന്നും സുഗാന്ത് എടുത്തില്ല എന്നും മേഘയെ അവസാന നിമിഷവും സുഗാന്ത് തള്ളിക്കളഞ്ഞുവെന്നും അവസാനത്തെ 8 സെക്കൻഡിൽ സുഗാന്ത് പറഞ്ഞ എന്തോ ആണ് മേഘയെ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിച്ചതെന്നും ഇപ്പോൾ തെളിയുന്നു. മേഘയെ സുഗാന്ത് ദുരുപയോഗം ചെയ്തു എന്നുള്ള തെളിവായി വന്ന വാർത്ത നമുക്ക് കണ്ടു നോക്കാം. IB ഉദ്യോഗസ്ഥയായിരുന്ന മേഘ മധു എന്ന 24 വയസ്സുകാരിക്ക് പുറമെ
IBയിലെ തന്നെ മറ്റ് 2 വനിതാ ഉദ്യോഗസ്ഥരുമായി കൂടി സുഗാന്ത് സുരേഷിന് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നതായാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. മേഘ മധു ഉൾപ്പെടെ ഇന്റലിജൻസ് ബ്യൂറോയിലെ 3 വനിതാ ഉദ്യോഗസ്ഥരുമായി ഒരേ സമയം അടുപ്പം സൂക്ഷിച്ചിരുന്ന സുഗാന്ത് സുരേഷ് സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിരുന്നത് മേഘയുമായി മാത്രമായിട്ടാണെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. IB ഉദ്യോഗസ്ഥരും പോലീസും കൊച്ചിയിലെ സുഗാന്തിന്റെ താമസ സ്ഥലത്ത് നടത്തിയ പരിശോധനയിലാണ് ഇയാൾക്ക് മറ്റ് 2 വനിതാ ഉദ്യോഗസ്ഥരുമായുള്ള ബന്ധം വ്യക്തമാക്കുന്ന തെളിവുകൾ ലഭിച്ചത്. 2 തവണ സിവിൽ സർവീസ് പ്രിലിമിനറി പാസ്സായ സുഗാന്ത് മെയിൻ പരീക്ഷയിൽ പരാജയം നേരിട്ടിട്ടും സിവിൽ സർവീസ് മോഹം കൈവിട്ടിട്ടില്ലെന്നതിന് തെളിവായി സുഗാന്ത് സുരേഷ് IAS എന്നെഴുതിയ പേഴ്സണൽ ഡയറി മുറിക്കുള്ളിൽ നിന്ന് കണ്ടെടുത്തു. സിവിൽ സർവീസ് പരീക്ഷയിൽ വിജയിച്ചതിന് ശേഷം മാത്രം വിവാഹം മതിയെന്ന നിലപാടെടുത്ത സുഗാന്തിനെ ഉടൻ വിവാഹം നടത്തണമെന്ന് പറഞ്ഞ് മേഘ നിർബന്ധിച്ചിരുന്നതായും ഇതേ തുടർന്ന് ഇയാൾ യുവതിയുടെ പരുഷമായി പെരുമാറിയിരുന്നതായും ആണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ലൈംഗികമായി ദുരുപയോഗം ചെയ്യപ്പെട്ടതിന് പിന്നാലെ തലസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രിയിൽ യുവതി ചികിത്സ തേടിയെന്ന് വ്യക്തമാക്കുന്ന തെളിവുകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അതിനിടെ 2024 ഒക്ടോബറിനും ഡിസംബറിനും ഇടയിൽ മേഘയ്ക്ക് ലഭിച്ചിരുന്ന ശമ്പളം മുഴുവനായും സുഗാന്തിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കൈമാറിയതിന്റെ തെളിവുകൾ ന്യൂസ് 18 ലഭിച്ചു. മേഘയ്ക്ക് ദൈനംദിന ചെലവുകൾക്കായി 10,000 രൂപയും 15,000 രൂപയും വീതം സുഗാന്ത് പലപ്പോഴായി അയച്ചതിന്റെ ബാങ്ക് ട്രാൻസാക്ഷൻ രേഖകളും അന്വേഷണ സംഘം വീണ്ടെടുത്തിട്ടുണ്ട്. യുവതി ആത്മഹത്യ ചെയ്യുന്നതിന് തലേദിവസം രാത്രി 9:30ക്കും 11 മണിക്കും ഇടയിൽ എന്തൊരു സ്റ്റുപ്പിഡ് ജന്മമാണ് തൻ്റേതെന്ന് പറഞ്ഞ് സഹപ്രവർത്തകരുടെ മുന്നിൽ പൊട്ടിക്കരഞ്ഞതായും ഇവർ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കവേ VIP സന്ദർശനത്തിന്റെ ഭാഗമായി IB ഉദ്യോഗസ്ഥർക്ക് വിമാനത്താവളത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് കൃത്യനിർവഹണത്തിനായി പോകേണ്ടി വന്നെന്നും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ലൈംഗിക ചൂഷണത്തിന് വിധേയയായ 24-കാരി വിവാഹത്തിൽ നിന്ന് സുഗാന്ത് സുരേഷ് പിന്മാറിയതോടെയാണ് ജീവനൊടുക്കാൻ തീരുമാനിച്ചതെന്നാണ് അന്വേഷണത്തിലെ കണ്ടെത്തൽ. മേഘയെ കൂടാതെ മറ്റ് 2 സ്ത്രീകളുമായി കൂടി സുഗാന്തിന് ബന്ധമുണ്ടായിരുന്നു. അങ്ങനെ ബന്ധമുണ്ടായിരുന്ന സുഗാന്ത് എന്തിനാണ് മേഘയെ വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം നൽകിയിരുന്നത്? എന്തിനാണ് മേഘയെ ഗർഭിണിയാക്കിയത്? മേഘ ഗർഭിണിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ സുഗാന്ത് മേഘയെ തള്ളിക്കളഞ്ഞതും? ഇതൊന്നും ആ പാവം മേഘയ്ക്ക് സഹിക്കാൻ പറ്റി കാണില്ല. മാതാപിതാക്കളെ മറന്ന് താൻ അത്രയേറെ സ്നേഹിച്ച സുഗാന്ത് തന്നെ ചതിക്കുകയാണെന്ന് മനസ്സിലാക്കിയ മേഘ തന്റെ ജീവിതത്തിന് മുൻപിൽ വേറൊരു വഴി കണ്ടു കാണില്ല. തന്നെ വിവാഹം കഴിക്കണമെന്ന് നിരന്തരമായി മേഘ സുഗാന്തിനോട് ആവശ്യപ്പെട്ടിരുന്നു എന്ന് ഇതിൽ പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്. സുഗാന്ത് മേഘയെ പലതവണ ശാരീരികമായി ഉപയോഗിച്ച് കാണണം. മേഘ ഗർഭിണിയായി അബോർഷൻ ചെയ്തതിന് ശേഷവുമായിരിക്കണം വിവാഹം കഴിക്കണമെന്ന് നിരന്തരമായി സുഗാന്തിനോട് നിർബന്ധിച്ചിരുന്നത്. തനിക്കിതൊരു തലവേദനയായി എന്ന് തോന്നിക്കാണും സുഗാന്തിന്. അങ്ങനെയായിരിക്കണം സുഗാന്ത് മേഘയെ തള്ളിക്കളഞ്ഞത്. ഒരേ സമയം പല സ്ത്രീകളുമായി ബന്ധം പുലർത്തുന്ന സുഗാന്തിന് പ്രണയത്തിന്റെയും സ്നേഹത്തിന്റെയും വില അറിയണമെന്നില്ല. ഒരു കള്ള വിവാഹ വാഗ്ദാനം നൽകി മേഘ എന്ന ആ പാവം പെണ്ണിനെ കൊന്നുകളഞ്ഞത് സുഗാന്ത് തന്നെയാണ്. എത്ര ഒളിപ്പിക്കാൻ ശ്രമിച്ചാലും സത്യം ഒരു നാൾ പുറത്തു വരും എന്ന് പറയുന്നത് പോലെ എവിടെ ഒളിക്കാൻ ശ്രമിച്ചാലും സുഗാന്ത് എന്തായാലും സത്യത്തെ നേരിടേണ്ടി വരിക തന്നെ ചെയ്യും. That's all for today. Bye.